ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വീണ്ടും നമ്മളൊരു അടിപൊളി എയർ ഡ്രോപ്പ് ഓപ്പർച്യൂണിറ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിൽ നിങ്ങൾക്ക് വെറും $1 ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വരുന്നുള്ളൂ. ഒരു പക്ഷേ നമുക്കൊരു $50 മുതൽ $100 വരെയൊക്കെ ഇതിൽ നിന്ന് റിട്ടേൺസ് പ്രതീക്ഷിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ വളരെ കുറച്ച് ടാസ്കുകളും കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്യാനായിട്ട് വരുന്നുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ഓൾറെഡി നമ്മുടെ ഹോട്ട് മൈനിങ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് പൈസ മുടക്കില്ലാണ്ട് തന്നെ ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോ പോകുന്ന വഴിയെ പറഞ്ഞു തരാം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സെൻറ്റർ വാലറ്റിൻ്റെ എയർ ഡ്രോപ്പിനെ കുറിച്ചാണ്. നമ്മൾ ഓൾറെഡി ബിറ്റ്ഗെറ്റ് വാലറ്റിൻ്റെയൊക്കെ എയർ ഡ്രോപ്പിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിരുന്നു. സോ അതൊക്കെ പോലെ തന്നെയുള്ള ഒരു ക്രിപ്റ്റോ വാലറ്റാണ് നമ്മുടെ സെൻറ്റർ വാലറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ നിയർ പ്രോട്ടോക്കോളിൻ്റെ മേലെ ബിൽഡായിട്ടുള്ളൊരു ക്രിപ്റ്റോ വാലറ്റാണ്. സോ അത്യാവശ്യം നല്ല രീതിയിൽ ഹൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബൈനാൻസ് ബാക്ക് ചെയ്യുന്ന പ്രൊജക്റ്റാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് മിസ്സാക്കാതെ ചെയ്തു വെക്കാനായിട്ട് ശ്രമിക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ടാസ്കുകൾ മാത്രമേ ഇതിൽ ചെയ്യാനായിട്ടുള്ളൂ. വീഡിയോൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പുതിയൊരു ക്രിപ്റ്റോ എക്സ്ചേഞ്ചിനെ പരിചയപ്പെടുത്തുകയാണ്. ബിങ്എക്സ് എന്നാണ് നമ്മുടെ ഈ ഒരു എക്സ്ചേഞ്ചിൻ്റെ പേര്. ഈ ഒരു എക്സ്ചേഞ്ചിൻ്റെ ആപ്ലിക്കേഷൻ ആപ്പിളിലും അതുപോലെ തന്നെ ആൻഡ്രോയിഡിലൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിൽ ട്രേഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് KYCൻ്റെയും കാര്യത്തിൻ്റെയൊന്നും ആവശ്യമില്ല. അതേപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ന്യൂ യൂസർ റിവാർഡായിട്ട് അവർ ഏകദേശം ഒരു $20 ട്രേഡിംഗ് ബോണസ് ആയിട്ട് തരുന്നുണ്ട്. ഈ ഒരു ട്രേഡിംഗ് ബോണസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ട്രേഡ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഫ്യൂച്ചേഴ്സ് ട്രേഡ്. അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ ഈ ഒരു അവസരം എല്ലാവരും നല്ല രീതിയിൽ ഉപയോഗിക്കുക. ഇത് നമുക്ക് ആദ്യത്തെ 100 പേർക്ക് മാത്രമായിരിക്കും കിട്ടുന്നത്. ഫ്യൂച്ചേഴ്സ് ട്രേഡൊക്കെ ചെയ്ത് പഠിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസരം വേണമെങ്കിൽ നല്ല രീതിയിൽ വിനിയോഗിക്കാവുന്നതാണ്. എക്സ്ചേഞ്ചിൻ്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ഇവരുടെ ട്വിറ്റർ പേജിൽ ഓൾറെഡി ഇവർ പറഞ്ഞിട്ടുണ്ട് ബൈനാൻസ് ലാബ്സ് അതുപോലെ തന്നെ പാൻഡേറ ക്യാപിറ്റലൊക്കെ ബാക്ക് ചെയ്യുന്ന പ്രൊജക്റ്റാണ്. ബൈനാൻസ് ലാബ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ലിസ്റ്റിംഗ് ബൈനാൻസിലും എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനി ഇവരുടെ ഫണ്ടിങ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 4.5 മില്യൺ ആണ് ഇതുവരേക്ക് ഫണ്ട് റേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബൈനാൻസിൻ്റെ അടുത്തുനിന്ന് അവർ എത്രത്തോളം ഫണ്ട് റേസ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊന്നും അവർ റിലീസ് ചെയ്തിട്ടില്ല. അതെന്തായാലും ഉടനെ ഉണ്ടാവുന്നതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ബൈനാൻസ് ബാക്ക് ചെയ്യുന്ന പ്രൊജക്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മളിത് ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആരും മിസ്സാക്കരുത്. അതുപോലെ തന്നെ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു ബിറ്റ്ഗെറ്റ് വാലറ്റിൻ്റെ എയർ ഡ്രോപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പോയിൻറ്റ്സ്, അതായത് നമ്മൾ ഏൺ ചെയ്യുന്ന ആ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു $0.3 ഇപ്പോൾ പ്രീ മാർക്കറ്റിൽ സെല്ലായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രൈസിൽ നമുക്ക് ലിസ്റ്റിംഗ് കിട്ടുകയാണെങ്കിൽ തന്നെ 1000 പോയിൻ്റുള്ള ആളുകൾക്ക് പോലും ഒരു $300 ഈസി ആയിട്ട് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഇനി 2-3 ദിവസങ്ങൾ കൂടെ മാത്രമേ ഇവരുടെ ഒരു പോയിൻറ്റ്സിൻ്റെ ക്യാമ്പയിൻ നടക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മാക്സിമം പെട്ടെന്ന് പറ്റുന്നത്ര രീതിയിൽ പോയിൻറ്റ്സ് നിങ്ങൾ ഏൺ ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് എയർ ഡ്രോപ്പിൻ്റെ കാര്യത്തിലേക്ക് വരാം. ആദ്യം തന്നെ നിങ്ങൾ സെൻറ്റർ വാലറ്റ് ഡൗൺലോഡ് ചെയ്യുകയാണ് വേണ്ടത്. അതിൻ്റെ എക്സ്റ്റൻഷൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് നിങ്ങൾക്ക് PC-യിലും അതുപോലെ തന്നെ കിവി ബ്രൗസറിലും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങളുടെ സെൻറ്റർ വാലറ്റ് ഓപ്പൺ ചെയ്യുക. ശേഷം നിങ്ങൾ നിങ്ങളുടെ വാലറ്റ് സാധാരണ മെറ്റാമാസ്ക് ട്രസ്റ്റ് വാലറ്റൊക്കെ എങ്ങനെയാണോ സെറ്റപ്പ് ചെയ്യുന്നത് അതേ രീതിയിൽ സെറ്റപ്പ് ചെയ്യാം. ഇവിടെ ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോട്ട് കോയിൻ മൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമ്മളൊരു നിയർ വാലറ്റ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് നിയർ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ സെയിം വാലറ്റ് ഞാനിവിടെ ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. സോ ഹോട്ട് മൈൻ ചെയ്യുന്ന ആളുകൾക്ക് വേറെ ഒന്നും ചെയ്യാനായിട്ട് ഉണ്ടാവില്ല. ഇത് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്താൽ മതിയാവും. നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി നിയറൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. ഏകദേശം ഒരു $1 പുറത്തായിട്ടുള്ള നിയർ മാത്രം നിങ്ങളുടെ വാലറ്റ് ഉണ്ടായാലായിട്ട് മതിയാകും. അല്ല, നിങ്ങൾ പുതുതായിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ ഇതിൽ നേരെ വന്നിട്ട് നിയർ ഡെപ്പോസിറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ ഒരു നിയറിൻ്റെ അഡ്രസ്സിലേക്ക് ഏതെങ്കിലും ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ നിന്ന് ഏകദേശം $1-2 വർത്തായിട്ടുള്ള നിയർ കോയിൻ ഡെപ്പോസിറ്റ് ചെയ്താൽ മാത്രം മതിയാവും. ഇത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമത് നേരെ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എയർ ഡ്രോപ്പിൻ്റെ പേജിലേക്കാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എയർ ഡ്രോപ്പിൻ്റെ ലിങ്കിൽ കയറിയ ശേഷം ആദ്യം നമ്മുടെ ട്വിറ്റർ ആ ഒരു പേജിൽ കണക്ട് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഈ ഒരു സെൻറ്റർ വാലറ്റും ആ ഒരു പേജിൽ കണക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ട്വിറ്റർ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സെൻറ്റർ വാലറ്റ് കണക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. സെൻറ്റർ വാലറ്റ് കണക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ അവിടെ ഒരു ട്രാൻസാക്ഷൻ വരുന്നതായിരിക്കും. അത് ജസ്റ്റ് ഒന്ന് സൈൻ ഇൻ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ സെൻട്രൽ വാലറ്റും അവിടെ കണക്റ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പം തന്നെ ഏകദേശം നമുക്കവിടെ ബൂസ്റ്റിൻ്റെ ഭാഗത്ത് ഏകദേശം ഒരു 1.2x ബൂസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഡെയിലി സൈൻ ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു സൈൻ ഇൻ ചെയ്യുന്ന സമയത്തും നമ്മൾ സെൻട്രൽ വാലറ്റിൽ ഒരു ട്രാൻസാക്ഷൻ സൈൻ ഇൻ ചെയ്യാം. ഡെയിലി നിങ്ങൾ സൈൻ ഇൻ ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ഇവിടെ പോയിൻറ്റ്സ് കിട്ടുന്നതായിരിക്കും. ഞാനിവിടെ കാണിച്ചു തരാം എനിക്ക് ഏകദേശം എത്ര പോയിൻറ്റ് കിട്ടിയെന്ന്. ഞാൻ ഒരു പ്രാവശ്യം സൈൻ ഇൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഏകദേശം 180 പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അഡീഷണൽ പോയിൻറ്റ്സ് കിട്ടണമെങ്കിൽ
നിങ്ങൾക്ക് ട്വിറ്ററിലേക്ക് പോസ്റ്റുകൾ ഇടാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് സെൻട്രൽ ലാബ്സിനെ ടാഗ് ചെയ്തും കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റുകൾ ഇടുന്നതായിരിക്കും. ആ ഒരു പോസ്റ്റിന് നിങ്ങൾക്ക് എത്ര ലൈക്ക്, വ്യൂസ്, റീട്വീറ്റ്, കോട്ടൊക്കെ കിട്ടുന്നതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് അഡീഷണൽ പോയിന്റ്സ് കിട്ടുന്നത്. നിങ്ങൾ ഓൾറെഡി ഹോട്ട് മൈനിങ് ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ തന്നെ ഡെയിലി സൈൻ ഇൻ ചെയ്യുവാണെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു നല്ല രീതിയിൽ പോയിന്റ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്യാമ്പയിൻ മെയ് 3-ാം തീയതി എൻഡ് ആവുന്നതായിരിക്കും. സോ മാക്സിമം ആ ഒരു സമയം വരെ നിങ്ങളിത് ഫാം ചെയ്യുക. അതുപോലെ തന്നെ ട്വിറ്റർ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് കുറേ തവണ ഈ ഒരു സെൻട്രൽ ലാബ്സിനെ ടാഗ് ചെയ്ത് പോസ്റ്റുകളും കാര്യങ്ങളൊന്നും ഇടാതിരിക്കുക. ദിവസം ഒരു 1-2 തവണയൊക്കെ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇടുക. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എയർ ഡ്രോപ്പ് ഫാം ചെയ്യുന്ന ആളുകളുടെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ബാൻ ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ അഗ്രസീവായിട്ട് ചെയ്യാണ്ട് ചെറിയ രീതിയിൽ മാത്രം ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡെയിലി സൈൻ ഇൻ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു 1000-1500 പോയിൻറ്റ്സൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഓൾറെഡി നിങ്ങൾ ഹോട്ട് കോയിൻ മൈൻ ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ആ വാലറ്റിൽ ഓൾറെഡി നിയർ ഉണ്ടാവും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ആരും ഈ ഒരു അവസരം മിസ്സാക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ സെൻട്രൽ ലാബ്സ് പുതിയതായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോട്ട് കോയിൻ മൈനിങ്ങും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഹോട്ട് കോയിൻ മൈനിങ്ങിൻ്റെയും വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആദ്യം ഹോട്ട് കോയിൻ മൈനിങ് ചെയ്ത് അതിനുശേഷം സെൻട്രൽ ലാബ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സും കൂടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോനെ കുറിച്ചുള്ള വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കാം. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.